നമ്മൾ പലപ്പോഴും സിനിമയിലും അതുപോലെ തന്നെ ജീവിതത്തിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, കുട്ടികൾ വരുമ്പോൾ നമ്മുടെ ജീവിതം മാറും, ഒരു കംപ്ലീറ്റ് ഫാമിലി ഫീൽ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് നല്ല സമയം കുട്ടികൾ തരും എന്നൊക്കെ. ശരിയാണ്, നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ് കുട്ടികൾ. പക്ഷേ അതിന്റെ കൂടെ അധികം ആരും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. കുട്ടികൾക്ക് മുതിർന്നവരെക്കാളും ചെലവ് കൂടുതലാണ്. ഒരു ഗ്രോൺ അപ്പ് ചൈൽഡിന്റെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ചെലവാണ് ഒരു കുട്ടിക്കുള്ളത്. ബാംഗ്ലൂർ സിനിമയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പഠിത്തം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാലോ കുട്ടികൾ, അത് കഴിഞ്ഞ സീസൺ 2. ഈ ഒരു തരത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ എല്ലാവരും ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടാവുക. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ അടുത്ത് നടത്തിയ സർവേയിൽ പറയുന്നുണ്ട്, പാരന്റ്സ് അവരുടെ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്ന്. കൂടാതെ ഇതിൽ തന്നെ പറയുന്നുണ്ട് 30% പാരന്റ്സിനും കുട്ടികളുടെ പഠിത്തത്തെ പറ്റിയുള്ള ചെലവിനെ പറ്റി വലിയ ധാരണ ഇല്ല എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, വി ആർ വൺ സ്റ്റെപ്പ് അവേ ഫ്രം സ്ലിപ്പിംഗ് ഇൻ ടു ഫൈനാൻഷ്യൽ ക്രൈസിസ്. അതുകൊണ്ട് തന്നെ കുട്ടികളും കൂടി ആവുമ്പോൾ നമ്മളുടെ ഫൈനാൻസിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് അവരുടെ പഠനത്തിനാണ്. എസ്പെഷ്യലി സ്കൂളിംഗ് കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയത്ത് എല്ലാം വരുന്ന പോലെ ആവട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പൈസ നമുക്ക് ഇപ്പോഴേ ബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല ആ സമയത്ത് ഒരുപാട് ഫൈനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാതാക്കാനും പറ്റും. ഇതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണെന്ന്. ശരിയാണ്, നിങ്ങൾക്ക് തെറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി തന്നെയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ രണ്ട് രീതിയിൽ എനിക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ബേസ്ഡ് ഓൺ സേഫ്റ്റി ആണ്, അധികം റിസ്ക് ഒന്നും വരാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. രണ്ടാമത്തേത് ബേസ്ഡ് ഓൺ ഗ്രോത്ത് ആണ്, കുറച്ചൊക്കെ റിസ്ക് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ഗ്രോത്തും ഇത് തരുന്നുണ്ടായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഈ വീഡിയോയുടെ എൻഡ് വരെ കണ്ടാൽ നിങ്ങൾക്ക് ആ കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ സേഫ്റ്റി കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി നോക്കാം. അതിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. ഒരു ബാങ്കിന്റെ സേഫ്റ്റി ഉണ്ടായിരിക്കും, പക്ഷെ ഒരു വലിയ റിട്ടേൺസ് ഒന്നും നിങ്ങൾ അതിന് എക്സ്പെക്ട് ചെയ്യരുത്. വലിയൊരു സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്നാലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺസ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ പൈസ സേഫ് ആയിട്ട് ആ ബാങ്കിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. രണ്ടാമത് പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇതിൽ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ വരുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഇത് ആനുവലി 4% റിട്ടേൺസ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റി നോക്കാം. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇത് വലിയ ആൾക്കാർക്കുള്ളതല്ലേ എന്ന്. അങ്ങനെയല്ല, 18 വയസ്സിന് താഴെ ഉള്ളതാണെങ്കിലും കുട്ടികളുടെ പേരിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ആ പാരന്റ് ആയിരിക്കും അതിനെ ഗാർഡിയൻ എന്ന രീതിയിൽ കീപ്പ് ചെയ്യുന്നുണ്ടാവാന്ന് മാത്രം. കുട്ടിക്ക് മാസങ്ങൾ പ്രായമുള്ളപ്പോൾ തന്നെ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നേരിട്ട് ബാങ്ക് വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ നമുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെ ബാങ്ക് ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ PPF എന്താണ്, ഇതിന്റെ റിട്ടേൺസ് എങ്ങനെയാണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. PPF എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അതായത് ഗവൺമെന്റ് ബാക്ക് ചെയ്യുന്ന ഒരു സേവിങ്സ് ഓപ്ഷൻ ആണ് ഈ PPF. ഇതിന്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് ആക്ച്വലി ടാക്സ് ഫ്രീ ആണ്. അതായത് ₹1 പോലും നമ്മൾ അതിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ടാക്സ് ഡിഡക്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഏകദേശം 15 വർഷമാണ് ഈ ഒരു PPF ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മെച്യൂരിറ്റി പീരീഡ് വരുന്നത്. ഇപ്പോ PPFനെ പറ്റി ചെറിയൊരു ധാരണയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. PPFന്റെ ആനുവൽ റിട്ടേൺസ് കറന്റ് നോക്കുകയാണെങ്കിൽ 7.1% ആണ്. എല്ലാ വർഷവും സെൻട്രൽ ഫൈനാൻസ് മിനിസ്ട്രി ആണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒരു വർഷം ₹500 മുതൽ ₹1.5 ലക്ഷം വരെ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയ എമൗണ്ടിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു വർഷം മിനിമം ₹500 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആ അക്കൗണ്ട് ഡിസ്കണ്ടിന്യൂഡ് ആയി പോകും. ഇനി അതിനുശേഷം നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുടക്ക് വരുത്തിയിട്ടുള്ള ഓരോ കൊല്ലവും ₹50 എക്സ്ട്രാ ഫൈൻ എന്ന രീതിയിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ PPF എന്ന് പറയുന്നത് ഒരു 15 വർഷത്തേക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പോയിട്ട് നമുക്കത് വിഡ്രോ ചെയ്യാണ്ട് പറ്റില്ല. പക്ഷെ 7 വർഷം കഴിഞ്ഞാൽ പാർഷ്യലി നമുക്ക് അതിന് വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അതുമാത്രമല്ല 3 വർഷത്തിന് ശേഷം ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും വിത്ത് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതിന് മുമ്പ് തന്നെ വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചില സെർട്ടൈൻ കേസിൽ മാത്രമേ അത് സമ്മതിക്കുള്ളൂ. എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്, അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനോ മറ്റോ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മുൻകൂട്ടി അത് ക്ലോസ് ചെയ്യാം. പക്ഷെ എന്നാലും അവിടെ ചെറിയ പെനാൽറ്റി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് യാതൊരു രീതിയിലും ബാധിക്കില്ല. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് മാത്രമല്ല ഒരു ഫിക്സഡ് റിട്ടേൺസ് നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു ഫൈനൽ നോട്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ PPF എന്ന് പറയുന്നത് സെക്യൂർ ആയിട്ടുള്ള ലോങ് ടേം ടാക്സ് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ഗവൺമെന്റ് ബാക്കിംഗ് കൊണ്ട് റെഗുലർ ആയിട്ടുള്ള റിട്ടേൺസും കിട്ടും. ഇനി നിങ്ങൾക്ക് പെൺകുട്ടിയാണുള്ളത്, അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 8.2% റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്കീമാണ്. മറ്റൊന്നിനെയും പറ്റിയല്ല ഞാൻ പറയുന്നത്, സുകന്യ സമൃദ്ധി യോജനയെ പറ്റിയിട്ടാണ്. ഇത് പെൺകുട്ടികളുടെ സ്റ്റഡീസിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. 10 വയസ്സിന് താഴെ പ്രായം വരുന്ന പെൺകുട്ടികൾക്കാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഒരേ ഫാമിലിയിൽ തന്നെ 2 പെൺകുട്ടികളുടെ പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനും കഴിയുന്നതാണ്. 18 വയസ്സ് വരെ എന്തായാലും ഗാർഡിയൻ ആയിരിക്കും ഇത് മാനേജ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ അതിനുശേഷം
പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ ആ കുട്ടിക്ക് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നതാണ്. ഡെപ്പോസിറ്റിന്റെ റൂൾസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മിനിമം 250 രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാക്സിമം 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സെക്ഷൻ 80C പ്രകാരം ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ഇതിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല ഇൻട്രസ്റ്റും മെച്യൂരിറ്റി എമൗണ്ടും ടാക്സ് ഫ്രീ ആണ്. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. ക്വാർട്ടർലി വൺസ് ആണ് അത് ഫിക്സ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഏകദേശം 8.2% അതിന്റെ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ്. ഇത് നോക്കുകയാണെങ്കിൽ PPF-നേക്കാൾ FD-യേക്കാൾ കൂടുതൽ റിട്ടേൺസ് ആണ് ഈ ഒരു സ്കീമിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെച്യൂർ ആവുന്നത് കുട്ടിക്ക് 21 വയസ്സ് കഴിയുമ്പോഴാണ്. ഇനി അതല്ല 18 വയസ്സിന് ശേഷം കുട്ടിയുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത് വിഡ്രോ ചെയ്യാണ്ട് കഴിയുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 15 വർഷത്തോളമാണ്. അതിനുശേഷം മെച്യൂരിറ്റി പീരീഡ് വരെ അതിന് ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ഗാർഡിയന്റെ KYC ഡീറ്റെയിൽസും കൊണ്ട് അടുത്തുള്ള ബാങ്ക് ത്രൂ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. അതുമാത്രമല്ല പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പല ബാങ്ക്സിലും ഓൺലൈൻ ആയിട്ട് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനും പറ്റും. സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഗവൺമെന്റ് ബാക്ക് ചെയ്യുന്നുണ്ട്, ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിമ്പിൾ ആയി പറഞ്ഞാൽ സീറോ റിസ്കിൽ ഹൈ റിട്ടേൺസ് കിട്ടുന്ന ഗേൾസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് എന്റെ ആക്ച്വലി ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതായത് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പറ്റിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ എല്ലാവരും പറയും ഇത് റിസ്ക് ആണ്, പൈസ പോകുന്നൊക്കെ. ആക്ച്വലി ഇവിടെ എന്താണ് റിസ്ക് എന്ന് പറയുന്നത്? ബേസിക്കലി നമുക്ക് അറിയാത്തൊരു കാര്യം എവിടെ ചെയ്താലും അതിൽ റിസ്ക് വരുന്നുണ്ട്. എന്നാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ കാൽക്കുലേറ്റഡ് റിസ്ക് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത്? കാര്യമുണ്ട്. ഞാനിവിടെ ബേസ്ഡ് ഓൺ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സമയത്തിനനുസരിച്ച് നമുക്ക് നല്ല മൂല്യം തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ്. അതിന് നമ്മളെ സഹായിക്കുന്ന കുറച്ചാണ് മ്യൂച്വൽ ഫണ്ട്സ്, ETF എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി അറിയില്ലേ? പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് നോക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടോ എന്തിനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജനറലി സ്പീക്കിംഗ് ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോട് ഒരു പേടിയുണ്ട്. ചിലപ്പോൾ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കണം എന്നില്ല. പിന്നെ അത് മാത്രമല്ല നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ച് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള അറിവോ ഒരുപക്ഷെ സമയമോ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ ഗ്രോത്ത് കിട്ടാനും പറ്റുന്ന ഒരു ഒറ്റ ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് എന്റെ വീടിന്റെ അടുത്ത് രാജൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. എല്ലാ ദിവസവും രാവിലെ 100 രൂപ വെച്ച് രാജൻ ചേട്ടൻ എല്ലാവരുടെയും നിന്ന് വാങ്ങി അത് കച്ചവടത്തിനായിട്ട് കൊണ്ടുപോകും. വൈകുന്നേരം ആകുമ്പോൾ കിട്ടിയ ലാഭം കൊണ്ട് തിരിച്ചു വന്ന് ഓരോരുത്തരും തന്ന 100 രൂപയ്ക്ക് അനുസരിച്ചുള്ള പ്രോഫിറ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യും. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട്സും ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരിക്കും. അതായത് HDFC, ആക്സിസ്, മോത്തിലാൽ ഒസ്വാൾ എന്നൊക്കെ പറഞ്ഞു. ഇവരെന്താ ചെയ്യുക? ഇവർ ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റി അറിയുന്ന ഒരു വ്യക്തിനെ ഫണ്ട് മാനേജർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ഈ വ്യക്തിക്കാണെങ്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് അറിയുന്നുണ്ടായിരിക്കാം. ഈ വ്യക്തി എന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് വലിയ എമൗണ്ട് ഉള്ളവരെയും ഇല്ലാത്തവരെയും ആയിട്ട് എമൗണ്ട് എല്ലാം കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ പൈസയും കൂട്ടിച്ചേർത്ത് മാർക്കറ്റ് നോക്കി അത് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് നല്ല സ്റ്റോക്കുകളിലേക്കോ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിലേക്കോ ഈ എമൗണ്ടിന് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ ഉണ്ടാക്കുന്ന ഓരോ രൂപ ലാഭവും പൈസ തന്ന ഓരോരുത്തർക്കുമായിട്ട് വീതിച്ച് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ആക്ച്വലി മ്യൂച്വൽ ഫണ്ട്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ചെറിയൊരു ഐഡിയ മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ വാങ്ങിച്ച ഫണ്ടിന് ഈ ഫണ്ട് മാനേജർക്ക് വേണമെങ്കിൽ സ്റ്റോക്സിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, ഡെറ്റ് ഫണ്ട്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പല സാധനങ്ങളിലോട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പല കാറ്റഗറീസും പല സബ് കാറ്റഗറീസ് ആയിട്ട് ഉണ്ടെന്ന് മാത്രം. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുന്നത് ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ടാണ്. അതായത് സ്റ്റോക്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി. കാരണം അതിനായിരിക്കും ലോങ് റണ്ണിൽ ഒരു സ്റ്റേബിൾ ഗ്രോത്ത് നമുക്ക് തരാൻ കഴിയുന്നുണ്ടാവുക. ഇത് ആക്ച്വലി ഒരു മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഈ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഇക്വിറ്റി കാറ്റഗറി എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റോക്സിന്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമതാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് വലിയ ക്യാപിറ്റലൈസേഷൻ ഉള്ള വലിയ കമ്പനികളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ്. അതായത് നമ്മൾ കാണുന്ന നമ്മുടെ HDFC ബാങ്ക് പോലെ, റിലയൻസ് പോലെ, ICICI ബാങ്ക് പോലുള്ള വലിയ വലിയ കമ്പനികളിലേക്കായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടിനെ പൈസേനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കമ്പനി വലുതായതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോത്തും സ്റ്റേബിൾ ആയിരിക്കും. അടുത്തതാണ് മിഡ് ക്യാപ് ഫണ്ട്സ്. അതായത് ഒരു മീഡിയം ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളിലേക്കായിരിക്കും ഇത്തരം മ്യൂച്വൽ ഫണ്ട്സ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം കമ്പനീസിനെ ക്യാപിറ്റലൈസേഷന്റെ ബേസ് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്താൽ 101 മുതൽ 250 വരെ ലിസ്റ്റിലുള്ള കമ്പനികളിലേക്കായിരിക്കും കൂടുതലും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക.
അത്യാവശ്യം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികൾ ആയതുകൊണ്ട് തന്നെ ഇത്തരം മിഡ് ക്യാപ് ഫണ്ട്സിൽ ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന് ലാർജ് ക്യാപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ റിട്ടേൺസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് റിസ്ക്കും കൂടുതലായിരിക്കും എന്ന് മാത്രം. പക്ഷെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട. പാസ്റ്റ് ഒരു 10-15 ഇയേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ അത് നഷ്ടത്തിലോട്ട് പോയിട്ടില്ല. മൂന്നാമത്തേതാണ് സ്മോൾ ക്യാപ് ഫണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കഥ. സ്മോൾ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസിലോട്ടാണ് ഈ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് 251 മുതലുള്ള കമ്പനികളിലോട്ടായിരിക്കും ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. വളരെയധികം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനീസ് ആയിരിക്കും ഈ സ്മോൾ ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനീസ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോ വളരെ ചെറിയ രീതിയിലുള്ള കമ്പനി ആയതുകൊണ്ട് ഈ കമ്പനീസ് പൂട്ടിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ഉണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് റൺ പെർസ്പെക്റ്റീവ് ചിന്തിച്ചാൽ ഇതുവരെ അത് നഷ്ടത്തിലോട്ട് പോയിട്ടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് മൾട്ടി ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ട റിട്ടേൺസും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റിസ്കിനും അനുസരിച്ച് നമുക്ക് ഈ ഓരോ കാറ്റഗറീസും തിരഞ്ഞെടുക്കാമെന്ന് മാത്രം. ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ ഭയങ്കര പാടാണ്, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് FD ഒക്കെ മതി എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ അടുത്തൊരു 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഇക്വിറ്റി ഫണ്ട്സിലോട്ട് ഫോക്കസ് ചെയ്താൽ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കഴിഞ്ഞ ഒരു 10 വർഷം നോക്കുക നിങ്ങൾ, കോവിഡ് പോലുള്ള ഇത്രയും വലിയ ഇഷ്യൂ വന്നിട്ടും എല്ലാ ഫണ്ട്സും ഒരു പോസിറ്റീവ് റിട്ടേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയുള്ള ഏത് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ വെയിറ്റ് ഇവൻ ഇത് എന്തൊക്കെയാ പറയുന്നത്, എങ്ങോട്ടായി കാട് കയറി പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി അറിയാത്തവരുണ്ടായിരിക്കും. വിഷമിക്കേണ്ട, നമ്മൾ അതിനെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് വഴിയോ അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു കൊടുക്കുന്ന ഡീലേഴ്സ് വഴിയോ ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ വലിയ എമൗണ്ടിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുടെ സഹായം നിങ്ങൾ തേടേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം, സെറോദ, ഗ്രോ, അപ്സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം പ്ലാറ്റ്ഫോംസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധിവരെ ചെറിയ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ് പോലുള്ള നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അതിനുശേഷം നേരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ 1-2 നല്ല ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. അത് തുറന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും കഴിയുന്നതാണ്. ഇനി അതുമല്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊന്നും നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ബാക്ക് ടു അവർ ടോപ്പിക്, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഗ്രോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി കാണിക്കാം. നേരെ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സെർച്ച് ചെയ്യാനുള്ള ബോക്സ് കാണാം. ഈ ബോക്സിൽ ഏത് ഫണ്ടിലോട്ടാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പേര് സെർച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ലാർജ് ക്യാപ് ഫണ്ടിലോട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലാർജ് ക്യാപ് എന്ന് തന്നെ സെർച്ച് ചെയ്യാം. ഈ ലാർജ് ക്യാപ് ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടിപ്പിൾ കമ്പനീസിന്റെ ഡീറ്റെയിൽസും കാണാം. നിപ്പോൺ ഇന്ത്യ ലാർജ് ക്യാപ്, HDFC ലാർജ് ക്യാപ് എന്ന് പറഞ്ഞ് ഇത് ഓരോന്നും മൾട്ടിപ്പിൾ കമ്പനീസ് ആണെന്ന് മാത്രം. ഇവിടെ കാണുന്ന ഫണ്ടുകളിൽ അതിന്റെ പെർഫോമൻസും മറ്റും നോക്കിയിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ തന്നെ മിഡ് ക്യാപ് ആണെങ്കിലും സ്മോൾ ക്യാപ് ആണെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ്. ഈ ഫണ്ട് സെലക്ട് ചെയ്താൽ അതിൽ തന്നെ ഇൻവെസ്റ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ട് ഈ ഒരു പോയിന്റ് വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിനെ പറ്റി ഇത്രയധികം സീരിയസ് ആണെന്ന്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രായമാവുന്ന സമയത്ത് നിങ്ങൾ അതിന് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യം വരില്ല. അതുകൂടാതെ ഇപ്പോഴേ നിങ്ങൾ ആ കുട്ടികളെയും ഇത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ വളർന്നു വലുതാവുമ്പോൾ അവർക്കും പൈസ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള നല്ല ധാരണ ഉണ്ടായിരിക്കും. കൊച്ചു കുട്ടികളെ എന്തിനത് പഠിപ്പിക്കണമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം അവർക്ക് ഇപ്പോഴേ ഇത് കാണിച്ചു കൊടുത്താലാണ് നാളെ അവർ വളർന്നു വലുതാവുമ്പോൾ അവർക്ക് പൈസ എങ്ങനെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടും അവർക്കും അനുഭവിക്കേണ്ടി വരും. ഞാനിവിടെ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. സോ അന്റിൽ നെക്സ്റ്റ് ടൈം, ബൈ.